എല്ലാവർക്കും നമസ്കാരം. ഹൃദയനിർഭരം ധ്യാനത്തിന്റെ ഈ 77-ാം എപ്പിസോഡിലേക്ക് എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടി നമുക്കായി അവതരിപ്പിക്കുന്നത് കേരള ഹാർട്ട്ഫുൾനെസ് റീജിയണൽ എക്സിക്യൂട്ടീവായ ശ്രീ കെ യു മോഹൻ. സ്വാഗതം മോഹനട്ടെ. നമസ്തേ ഡോക്ടർ ഇന്ദു. ഈ പരിപാടിയിൽ പതിവ് പോലെ 2 പ്രധാന ഭാഗങ്ങളാണുള്ളത്. ആദ്യം ഒരു ചോദ്യോത്തരവേളയും അതിനുശേഷം ഓഫ്ലൈനായി സത്സംഗം 9 മണി മുതൽ 9:15 വരെ സാർവലൗകിക പ്രാർത്ഥന. അപ്പോൾ നമ്മൾ ആദ്യം ഒരു സെൻറ്ററിങ് ചെയ്തതിനു ശേഷം ചേർച്ചിലേക്ക് കടക്കാം. ഓക്കെ. മൃദുവായി കണ്ണുകൾ അടയ്ക്കുക. നമ്മുടെ ഹൃദയത്തിലുള്ള ദിവ്യ സാന്നിധ്യവുമായി സ്നേഹപൂർവം നമുക്ക് കണക്റ്റ് ചെയ്യാം. ഇനി ഈ ഒത്തുചേരലിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെയും ഹൃദയവുമായി സ്നേഹപൂർവം നമുക്ക് കണക്റ്റ് ചെയ്യാം. പരസ്പരം കണക്റ്റ് ചെയ്തിരിക്കുന്ന ഹൃദയനിർഭരമായ ഈ അവസ്ഥയിൽ നമുക്ക് ഒരു പ്രാർത്ഥന ചെയ്യാം. നമ്മുടെ ഈ ഒത്തുചേരൽ എല്ലാവരുടെയും സമഗ്രമായ പുരോഗതിക്ക് അനുയോജ്യമാവട്ടെ എന്ന സങ്കല്പത്തിൽ പ്രാർത്ഥനാ നിർഭരമായി നമുക്ക് 2 മിനിറ്റ് ഇരിക്കാം. ഓക്കെ. നന്ദി മോഹനട്ട. ഇനി ചോദ്യത്തിലേക്ക് കിടക്കാം. കഴിഞ്ഞ ആഴ്ച മോഹനട്ടൻ സംസാരിച്ച ബോധം, കോൺഷ്യസ്നെസ്, അതിൻ്റെ വികാസം, ഇവയെക്കുറിച്ച് പൗരാണിക യോഗശാസ്ത്രങ്ങൾ, അതുപോലെ തന്നെ വേദങ്ങൾ, ഉപനിഷത്തുകൾ, അവയിലെല്ലാം ഈ ആശയങ്ങളെ കുറിച്ച് എങ്ങനെയാണ് പ്രതിപാദിക്കുന്നതാണ് മോഹനട്ടൻ സംസാരിച്ചത്. അവസാനം പറഞ്ഞു നിർത്തുകയും ചെയ്തു. അടുത്ത എപ്പിസോഡിൽ ഹാർട്ട്ഫുൾനെസ് ഇതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്. അപ്പോൾ ഈ ആഴ്ചയിലെ ചോദ്യം അത് തന്നെയാണ്. ബോധത്തിന്റെ വികാസം തുടങ്ങിയ ആശയങ്ങളെ കുറിച്ച് ഹാർട്ട്ഫുൾനെസ്സിൽ എന്താണ് പറയുന്നത് എന്ന് സംസാരിക്കാവുന്നതാണ്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ബോധത്തിന്റെ വികാസം എന്ന വിഷയത്തെക്കുറിച്ച് പാരമ്പര്യ യോഗശാസ്ത്രങ്ങൾ, വേദങ്ങൾ, ഉപനിഷത്തുക്കൾ എന്നിവ ഏത് രീതിയിലാണ് സമീപിക്കുന്നത് എന്നാണ് ചർച്ച ചെയ്തത്. പ്രധാനമായി അത് 3 രീതിയാണ് നമ്മൾ പറഞ്ഞു. ദൃഗ്ദൃശ്യ വിവേകം, പഞ്ചകോശ വിവേകം, അവസ്ഥാത്രയ വിവേകം. ഇതാണ് 3 ദൃഗ്ദൃശ്യ വിവേകത്തിൽ നമ്മൾ പറഞ്ഞു ദൃഷ്ടാവും ദൃശ്യങ്ങളും. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പിൽ ദൃഷ്ടാവ് ദൃശ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ്, രണ്ടും രണ്ടാണ്. പിന്നീട് ആഴത്തിൽ നമ്മൾ പരിശോധിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി നമ്മുടെ ശരീരം, നമ്മുടെ മനസ്സ്, ബുദ്ധി, അഹങ്കാരം, പഞ്ചഭൂതങ്ങൾ
ഈ പ്രപഞ്ചം, ഇവയെല്ലാം നമ്മുടെ ബോധത്തിൽ പ്രത്യക്ഷമാകുന്നു, അപ്രത്യക്ഷമാകുന്നു. ഇവയൊന്നും ബോധത്തിൽ നിന്ന് വ്യത്യസ്തമല്ല. അപ്പോൾ ആ അർത്ഥത്തിൽ ദൃഷ്ടാവും ദൃശ്യങ്ങളും ബോധത്തിൽ പ്രത്യക്ഷമാകുന്നു, അപ്രത്യക്ഷമാകുന്നു. ബോധം മാത്രമാണ് സത്യം. ബോധത്തിനോട് ചേർന്ന് നിൽക്കുമ്പോൾ എല്ലാം സത്യമായി തോന്നുന്നതാണ്. ഇതാണ് ദൃഗ്ദൃശ്യ വിവേകത്തിൽ നമ്മൾ പറഞ്ഞത്. ഇനി പഞ്ചകോശ വിവേകത്തിലേക്ക് വന്നാൽ മനുഷ്യന്റെ ഘടന 5 ലെയറുകൾ, 5 കോശങ്ങളായിട്ട് നമ്മൾ പറഞ്ഞു. അന്നമയ കോശം, പ്രാണമയ കോശം, മനോമയ കോശം, വിജ്ഞാനമയ കോശം, ആനന്ദമയ കോശം. ആത്മാവ് ഈ 5 കോശങ്ങൾക്കും സാക്ഷിയാണ്, അല്ലെങ്കിൽ സാക്ഷിബോധമാണ്. ആത്മാവിൻ്റെ പ്രകാശത്തിലാണ് ഈ പഞ്ചകോശങ്ങളും പ്രകാശിക്കുന്നത്. സൂര്യൻ്റെ പ്രകാശം പ്രതിഫലിച്ച് ചന്ദ്രനിൽ കാണുന്ന പോലെ. അതായത് സൂര്യപ്രകാശം തന്നെയാണ് ചന്ദ്രപ്രകാശം. ഇതാണ് പഞ്ചകോശ വിവേകം. ഇനി അവസ്ഥാത്രയ വിവേകത്തിലേക്ക് വന്നാൽ മനുഷ്യന്റെ 3 അവസ്ഥകളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. ജാഗ്രത, സ്വപ്നം, സുഷുപ്തി. സുഷുപ്തിയിൽ നമ്മൾ ബോധം ഉണർത്തി നിർത്തുമ്പോൾ അതിനെ നമ്മൾ തുരീയം എന്ന് പറയും, 4ാമത്തെ അവസ്ഥ. ഈ തുരീയ അവസ്ഥയിൽ ബോധം മറ്റ് 3 അവസ്ഥകൾക്കും സാക്ഷിയാണ്. സാക്ഷിബോധമാണ് വിറ്റ്നസ് കോൺഷ്യസ്നസ്, ധ്യാനജ ചിത്തം, മെഡിറ്റേറ്റീവ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഇതാണ് കഴിഞ്ഞ എപ്പിസോഡിൻ്റെ ആകത്തുക. ഇനി നമുക്ക് ഹാർട്ട്ഫുൾനെസ് ഇതിനെ ഏത് രീതിയിലാണ് സമീപിക്കുന്നത് എന്ന് നോക്കാം. തത്വചിന്താപരമായിട്ട് നേരത്തെ പറഞ്ഞതിൽ നിന്നും ഹാർട്ട്ഫുൾനെസ് വ്യത്യസ്തമല്ല. പക്ഷേ സംപ്രേഷണത്തിൻ്റെ സഹായത്തോടു കൂടിയുള്ള ലളിതമായ ഒരു സാധനാ പദ്ധതിയിലൂടെ ഈ എല്ലാ അവസ്ഥകളും നമുക്ക് പ്രായോഗികമായി അനുഭവവേദ്യമാക്കുന്ന ഒരു പ്രയോഗശാസ്ത്രമാണ് ഹാർട്ട്ഫുൾനെസ്. ഇപ്പോൾ ഹാർട്ട്ഫുൾനെസ് ഒരു പ്രയോഗശാസ്ത്രമാണ്. ദാജി പറയാറുണ്ട് ബോധത്തെക്കുറിച്ച്. അദ്ദേഹം പറയും, കോൺഷ്യസ്നസ് ഈസ് ദ ഡിഗ്രി ഓഫ് അവയർനെസ് ആൻഡ് ദ ഡിഗ്രി ഓഫ് അൺഅവയർനെസ് ഈസ് ഓൾസോ ഇൻക്ലൂഡഡ് ഇൻ ദാറ്റ്. അതായത് ബോധം എന്ന് പറയുന്നത് നമുക്ക് എത്രമാത്രം അവബോധമുണ്ട് അല്ലെങ്കിൽ എത്രമാത്രം അവബോധമില്ല എന്നതിൻ്റെ ആകത്തുകയാണ്. എന്നിട്ട് അദ്ദേഹം വിവേകാനന്ദ സ്വാമികളുടെ വാക്കുകൾ കടമെടുത്തുകൊണ്ട് പറയും, നമുക്ക് ലഭ്യമായിട്ടുള്ള ബോധം എന്ന് പറയുന്നത് സമുദ്രത്തിൻ്റെ ഉപരിതലത്തിൽ ഒരു പാട പോലെ കിടക്കുന്ന ഒരു നേരിയ ബാൻഡ് വിഡ്ത്ത് ബോധം മാത്രം. താഴെ ഉപബോധം അല്ലെങ്കിൽ സബ് കോൺഷ്യസ് ഒരു മഹാസമുദ്രം പോലെ. മുകളിൽ അതിബോധം അല്ലെങ്കിൽ സൂപ്പർ കോൺഷ്യസ്നസ്, ആകാശം നിറയെ, അത് മറ്റൊരു മഹാസമുദ്രം പോലെയാണ്. അപ്പോൾ 2 സമുദ്രങ്ങൾക്കിടയ്ക്ക് സാൻഡ്വിച്ച് പോലെ കിടക്കുന്ന ഒരു ചെറിയ ബാൻഡ് വിഡ്ത്ത് ബോധം മാത്രമേ നമുക്ക് ലഭ്യമായിട്ടുള്ളൂ. ഈ ബോധത്തെ നമുക്ക് 2 സൈഡിലേക്ക് വികസിപ്പിച്ചെടുക്കേണ്ടത്. അങ്ങനെ അത് പ്രപഞ്ചബോധവുമായിട്ട് താതാത്മ്യം പ്രാപിക്കും. സ്വാമി വിവേകാനന്ദൻ പറയും, ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത് ബോധത്തിൻ്റെ വികാസമാണ്. ബോധത്തിൻ്റെ വികാസം മാത്രമാണ്. അപ്പോൾ ഇനി നമുക്ക് നോക്കാം, സബ് കോൺഷ്യസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഉപബോധ മനസ്സ്.
നമ്മൾ ജന്മജന്മാന്തരങ്ങളായി ആർജിച്ചിട്ടുള്ള അനുഭവങ്ങളും ഇതുവരെയുള്ളത് എല്ലാ അനുഭവങ്ങളുടെയും ആകത്തുകയാണ് ഉപബോധ മനസ്സ് അല്ലെങ്കിൽ സബ് കോൺഷ്യസ്. അതൊരു മഹാസമുദ്രം പോലെയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഭൂതകാലം എന്ന് പറയാം നമുക്ക് അല്ലേ. ഇനി അതിബോധം അല്ലെങ്കിൽ സൂപ്പർ കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞാൽ വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു അവബോധം. അതൊരു മഹാസമുദ്രം പോലെയാണ്. അപ്പോൾ നമുക്ക് അതിനെ ഭാവി എന്ന് പറയാം. അതിനിടയ്ക്ക് ചെറിയൊരു ബാൻഡ് വിഡ്ത്ത് വർത്തമാനകാലം. അതാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. അപ്പോൾ ഇനി നമ്മൾ ആത്മീയ പരിശീലനത്തിലൂടെ ബോധത്തെ ഈ എല്ലാ ദിശയിലേക്കും വികസിപ്പിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഈ മൂന്നും കൂടി ഒരുമിച്ച് ചേരുന്നു. അതായത് അതിബോധവും ഉപബോധവും ഇപ്പോൾ നമുക്ക് ലഭ്യമായിട്ടുള്ള ബോധവും കൂടി ഒന്നിച്ച് ചേരുന്നു. അങ്ങനെ ഒന്നിച്ച് ചേരുന്നതിനെയാണ് നമ്മൾ യോഗ എന്ന് പറയുന്നത്. ഒന്നിച്ചു ചേരലുള്ള അതിൽ വിദഗ്ധനായിട്ടുള്ള ഒരാളെയാണ് നമ്മൾ യോഗി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു യോഗിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ബോധം 360 ഡിഗ്രിയിലോട്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു യോഗിയെ സംബന്ധിച്ചിടത്തോളം ബോധത്തിൻ്റെ ആഴം അല്ലെങ്കിൽ ബോധത്തിൻ്റെ ആഴമില്ലാത്ത അവസ്ഥ എന്നുള്ള വ്യത്യാസമില്ല. കാരണം ബോധം എല്ലാ ദിശയിലും വ്യാപിച്ചിരിക്കുന്നു, പ്രപഞ്ചബോധവുമായി താതാൽപ്യം പ്രാപിച്ചിരിക്കുന്നു. ഇപ്പം നമ്മൾ പറയാറില്ലേ, ധ്യാനത്തിൽ ഞാൻ ആഴത്തിൽ പോയി, ഡീപ്പായി, അല്ലെങ്കിൽ ആഴത്തിൽ പോയില്ല എന്ന് പറയാറില്ലേ. ഇത്തരം ഒരു പ്രസ്താവന ഒരു യോഗിക്ക് നടത്താൻ സാധ്യമല്ല. കാരണം അദ്ദേഹത്തിൻ്റെ ബോധം പ്രപഞ്ചബോധവുമായി താതാൽപ്യം പ്രാപിച്ചിരിക്കുന്നു. അപ്പോൾ ആഴമുള്ളത് ആഴമില്ലാത്തത് എന്നുള്ള വ്യത്യാസമില്ലേ. ഇനി ഇത് ഹാർട്ട്ഫുൾനെസ്സിൽ എങ്ങനെ സാധ്യമാക്കുന്നു? നമുക്കറിയാം, ഹാർട്ട്ഫുൾനെസ്സിൽ നമ്മൾ നമ്മുടെ ഘടനയെ 3 ശരീരങ്ങളായിട്ടല്ലേ പറയാം. അതായത് സ്ഥൂല ശരീരം, നമ്മുടെ ഭൗതിക ശരീരം, പഞ്ചഭൂതങ്ങൾ. പിന്നെ സൂക്ഷ്മ ശരീരം, നമ്മുടെ ബോധം, മനസ്സ്, ബുദ്ധി, അഹങ്കാരം അടങ്ങുന്ന ബോധം. പിന്നെ കാരണ ശരീരം, ആത്മാവ്. ഇങ്ങനെ നമ്മൾ പറയാം. ഇനി മറ്റൊരു രീതിയിൽ പറയാം നമുക്ക്. അതിഭൗതികം, ആധ്യാത്മികം, അതിദൈവികം എന്ന് പറയാം. അതായത് അതിഭൗതികം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ഥൂല ശരീരം അല്ലെങ്കിൽ പഞ്ചഭൂതങ്ങൾ. ആധ്യാത്മികം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോധം, മനസ്സ്, ബുദ്ധി, അഹങ്കാരം അടങ്ങുന്ന ഇടയ്ക്കുള്ള ലെയർ, ബോധം. അതിനെ ആധ്യാത്മികം എന്ന് പറയും. അതിദൈവികം എന്ന് പറഞ്ഞാലോ ആത്മാവ് അല്ലെങ്കിൽ കാരണശരീരം. അതിനെയാണ് അതിദൈവികം എന്ന് പറയുന്നത്. ഇതിൻ്റെ ഏറ്റവും ഇടയ്ക്കുള്ള ലെയറിനെയാണ് നമ്മൾ ആധ്യാത്മികം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ മനസ്സും ബുദ്ധി, അഹങ്കാരവും അടങ്ങുന്ന ബോധം എന്ന് പറയുന്ന മേഖല. ഈ മേഖലയിലാണ് നമുക്ക് കാര്യമായിട്ടുള്ള സ്വാധീനം ചെലുത്താൻ സാധിക്കുന്നത്. അതിഭൗതികത്തിലും അതിദൈവികത്തിലും നമുക്ക് കാര്യമായ സ്വാധീനമില്ല. അപ്പോൾ ബോധത്തിൻ്റെ വികാസം അല്ലെങ്കിൽ ജീവിതത്തിലെ യഥാർത്ഥ പുരോഗതി എന്ന് പറയുന്നത് ഈ ഇടയ്ക്കുള്ള ലെയറിനെ ആശ്രയിച്ച് നിൽക്കുന്നു. അതായത് ആധ്യാത്മികം അല്ലെങ്കിൽ നമ്മുടെ സൂക്ഷ്മ ശരീരം, മനസ്സ്, ബുദ്ധി, അഹങ്കാരം അടങ്ങുന്ന ബോധം. അപ്പോൾ ബോധത്തിൻ്റെ ഘടകങ്ങളാണ് ഈ മനസ്സും ബുദ്ധി, അഹങ്കാരം. അപ്പോൾ നമുക്ക് ബോധത്തെ വികസിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ സൂക്ഷ്മ ശരീരങ്ങളുടെ പരിശുദ്ധിയും
ലാളിത്യത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് ബോധത്തിൻ്റെ വികാസം എന്ന് പറയുന്നത്. അപ്പോൾ ബോധം വികസിപ്പിക്കുക എന്നുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സൂക്ഷ്മ ശരീരങ്ങളായിട്ടുള്ള മനസ്സ്, ബുദ്ധി, അഹങ്കാരം എന്നിവയുടെ പരിശുദ്ധിയും ലാളിത്യവും വർദ്ധിപ്പിക്കുക. അതാണ് അതിൻ്റെ പരിണാമങ്ങൾ. ഇനി ഇതെങ്ങനെ സാധിക്കുന്നു? അപ്പോൾ നമ്മളിനി അവിടെ മാത്രമാണ് നമ്മുടെ ശ്രദ്ധ. കാരണം ജീവിതത്തിൻ്റെ യഥാർത്ഥ പുരോഗതി എന്ന് പറഞ്ഞാൽ അതാണ്. കാരണം നമ്മുടെ വിവേകം എന്ന് പറഞ്ഞാൽ നമുക്ക് സ്വാധീനിക്കാവുന്ന ഘടകങ്ങളെ സ്വാധീനിക്കാൻ പറ്റാത്ത ഘടകങ്ങളെ പരിപൂർണമായിട്ട് വിട്ടുകളയും. അതാണ് വിവേകം. ഇനി നമുക്ക് ഈ ഘടകങ്ങൾ നോക്കാം. മനസ്സ്, ബുദ്ധി, അഹങ്കാരം. മനസ്സ് നമുക്കറിയാം ചിന്തകളുടെ ഒരു പ്രവാഹമാണ്. പലതരത്തിലുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിൽ വരുന്നു. പല കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നു. ഒരു എത്തും പിടിയും കിട്ടില്ല നമുക്ക് പലപ്പോഴും. ഇനി ഹാർട്ട്ഫുൾനെസ്സിൽ നമ്മൾ സംപ്രേഷണത്തിൻ്റെ സഹായത്തോടു കൂടി ധ്യാനിക്കുമ്പോൾ എന്താണ് നമ്മൾ ചിന്ത വയ്ക്കുക? എൻ്റെ ഹൃദയത്തിൽ ദിവ്യപ്രകാശത്തിൻ്റെ സാന്നിധ്യമുണ്ട് എന്ന ചിന്ത വെച്ച് നമ്മൾ ധ്യാനിക്കും. സംപ്രേഷണത്തിൻ്റെ സഹായത്തോടു കൂടി ധ്യാനം മുന്നോട്ട് പോകുമ്പോൾ സമാധി അവസ്ഥയിൽ നമ്മൾ ദിവ്യത്വത്തിൽ മുഴുകുന്നു. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ദിവ്യപ്രകാശത്തിൻ്റെ സാന്നിധ്യം എന്ന ചിന്ത ദിവ്യത്വം എന്നുള്ള അനുഭവം അല്ലെങ്കിൽ അനുഭൂതി അല്ലെങ്കിൽ ഫീലിംഗ് ആയിട്ട് മാറി. അപ്പോൾ ചിന്തയുടെ വികാസമാണ് അനുഭവം അല്ലെങ്കിൽ അനുഭൂതി അല്ലെങ്കിൽ നമുക്ക് ഫീലിംഗ് എന്ന് പറയും. അപ്പോൾ ധ്യാനത്തിലൂടെ എന്താ സംഭവിക്കുന്നത്? ചിന്തകൾ അനുഭൂതി അല്ലെങ്കിൽ അനുഭവമായിട്ട് മാറുന്നു എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ വികാസമാണ് കാണിക്കുന്നത്. അപ്പം നമുക്ക് അങ്ങനെ ഉള്ള അവസ്ഥയിൽ എന്ത് സംഭവിക്കും? നമ്മൾ ഏത് ചിന്ത നമ്മുടെ മനസ്സിൽ കൊണ്ടുവന്നാലും അതിൻ്റെ ഉള്ളുകളിൽ നമുക്ക് മനസ്സിലാവും, ഫീലിംഗ് ആയിട്ട് അല്ലെങ്കിൽ അനുഭവമായിട്ട്. അതുകൊണ്ടാണ് ധ്യാനം നമ്മളെ വെളിപാടിലേക്ക് നയിക്കുന്നത്. ദാജി പറയില്ല, ധ്യാനം എന്ന് പറഞ്ഞാൽ ധി പ്ലസ് യാൻ എന്ന് പറയാതെ. ധി എന്ന് പറഞ്ഞാൽ ബോധത്തിൻ്റെ ഉന്നതമായ അവസ്ഥ. യാൻ എന്ന് പറഞ്ഞാൽ അവിടേക്ക് വഹിച്ചു കൊണ്ടുപോകുന്ന വാഹനം. അതായത് ചിന്ത എന്നുള്ള അവസ്ഥയിൽ നിന്ന് അനുഭവം എന്നുള്ള അവസ്ഥയിലേക്ക് നമ്മളെ ബോധത്തെ വഹിച്ചു കൊണ്ടുപോകുന്നു. അതാണ് ധ്യാനം. അതിനുള്ള ഇന്ധനമാണ് സംപ്രേഷണം. അപ്പോൾ മനസ്സ് വികസിക്കുക എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? ചിന്തകൾ അനുഭവമായിട്ട്, അനുഭൂതിയായിട്ട് അല്ലെങ്കിൽ ഫീലിംഗ് ആയിട്ട് മാറുക. അതിന് നമ്മൾ ഉപയോഗിക്കുന്ന പരിശീലനം എന്താണ്? ധ്യാനം. അപ്പോൾ ധ്യാനമാണ് നമ്മുടെ മനസ്സിൻ്റെ പരിണാമത്തിന് അല്ലെങ്കിൽ വികാസത്തിന് നമ്മൾ ഉപയോഗിക്കുന്ന ഹാർട്ട്ഫുൾനെസ് സാധനാ പദ്ധതി. ഇനി അടുത്ത ഘടകത്തിലേക്ക് വരാം. അടുത്തത് എന്താണ്? ബുദ്ധി. നമുക്കറിയാം ബുദ്ധിക്ക് എന്ത് പരിണാമമാണ് നമുക്ക് വരുത്താൻ സാധിക്കുക. ബുദ്ധി എന്ന് പറഞ്ഞാൽ എന്താണ്? പലപ്പോഴും പരസ്പര വൈരുദ്ധ്യങ്ങളായിട്ട് നിൽക്കുക. തെറ്റ് ശരി, ധർമ്മം അധർമ്മം, സത്യം അസത്യം, ഉയർച്ച താഴ്ച, ഇങ്ങനെ പരസ്പര വൈരുദ്ധ്യങ്ങളിൽ നമ്മുടെ ബുദ്ധി ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ഈ പരസ്പര വൈരുദ്ധ്യങ്ങൾക്കിടയ്ക്ക് വിവേകത്തിൻ്റെ ഒരു മധ്യബിന്ദു ഉണ്ട്. അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതായത് ഇപ്പം തെറ്റും ശരിയും എന്നുള്ള വൈരുദ്ധ്യങ്ങളിലിടയ്ക്ക് ശരിയും യാഥാർത്ഥ്യവും കൂടി ഒത്തുചേരുന്ന ഒരു ബിന്ദുവുണ്ട്. അതിനാണ് വിവേകം എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് ആലോചിക്കാം. അതായത് ബുദ്ധിശക്തിയെ നമുക്ക് വിവേകശക്തിയായിട്ട് മാറ്റേണ്ടതുണ്ട്. അതാണ് ബുദ്ധിയുടെ പരിണാമം. ഇവിടെ ഈ പരസ്പര വൈരുദ്ധ്യങ്ങളിലേക്ക് പോകാൻ എന്താണ് കാരണം? നമ്മുടെ സംസ്കാരങ്ങളാണ്, പൂർവകാല അനുഭവങ്ങളാണ്, ഇംപ്രഷൻസ് ആണ് അതിന് കാരണം, മുദ്രകളാണ്.
അപ്പോൾ ഈ വൈരുദ്ധ്യങ്ങൾക്ക് കാരണം മുദ്രകളാണെന്ന് മനസ്സിലാവുമ്പോൾ ആ മുദ്രകളെ അല്ലെങ്കിൽ ഇംപ്രഷൻസിനെ നമുക്ക് നീക്കം ചെയ്യേണ്ടതുണ്ട്. അതിനാണ് ഹാർട്ട്ഫുൾനെസ്സിലെ ക്ലീനിങ്. അപ്പോൾ ക്ലീനിങ് പ്രക്രിയയിലൂടെ എന്ത് സംഭവിക്കുന്നു? നമ്മുടെ ബുദ്ധി വിവേകമായി പരിണമിക്കുന്നു. അതായത് ബുദ്ധി എന്ന സൂക്ഷ്മ ശരീരത്തിനെ വിവേകമായിട്ട് നമ്മൾ മാറ്റുന്നു. എങ്ങനെ? ഹാർട്ട്ഫുൾനെസ്സിലെ ശുദ്ധീകരണം എന്ന സാധന പദ്ധതിയിലൂടെ. അപ്പോൾ ബുദ്ധി വിവേകമായിട്ട് മാറും. ഇനി ഏത് സൂക്ഷ്മ ശരീരമാണ് ബാക്കിയുള്ളത്? അഹം എന്നുള്ളത്, അല്ലേ? അഹങ്കാരം. നമ്മൾ പറയില്ലേ, ഞാൻ എന്നുള്ള നമ്മുടെ ബോധം. നമ്മളെ കൊണ്ട് ഞാൻ എന്ന് പറയിപ്പിക്കുന്നത് എന്താണ്? എൻ്റെ ജീവൻ അല്ലെങ്കിൽ ആത്മാവാണ്, അല്ലേ? അതുള്ളത് കൊണ്ടല്ലേ ഞാൻ എന്ന് പറയുന്നത്. ആത്മാവ് നമ്മളെ വിട്ടുപോകുമ്പോൾ നമ്മൾ ഡെഡ് ബോഡി ആവും. അപ്പോൾ നമുക്ക് ഞാൻ എന്ന് പറയാൻ സാധ്യമല്ല. അപ്പോൾ എന്നെ കൊണ്ട് ഞാൻ എന്ന് പറയിപ്പിക്കുന്ന സത്തയ്ക്ക് ഞാൻ എന്നുള്ള ഭാവം ഉണ്ടാവും? ഇല്ല. ആത്മാവ് പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന സത്തയാണ്, അതിന് ഞാൻ എന്നുള്ള ഭാവമില്ല. പക്ഷെ നമ്മൾ ഞാൻ എന്ന് പറയുന്നു. അത് നമ്മൾ നിലനിൽക്കുന്നു എന്നുള്ള ബോധമാണ്. അത് അനിവാര്യമാണ്. അല്ലെങ്കിൽ നമ്മൾ ഡെഡ് ബോഡി ആയി പോകും. നമുക്ക് ഒന്നും പ്രവർത്തിക്കാൻ സാധ്യമല്ല. അപ്പൊ നമ്മുടെ കർമ്മ മേഖലയ്ക്ക് ഞാൻ നിലനിൽക്കുന്നു എന്നുള്ള ബോധം അനിവാര്യമാണ്. അതുകൊണ്ട് അഹം എന്നുള്ള ഭാവം ഗുണവുമാണ് ദോഷവുമാണ്. അപ്പോ ദാജിന് ഉദാഹരണം പറയും. ഒരു പാട്ടുകാരൻ അദ്ദേഹം ഒരു കച്ചേരി അവതരിപ്പിക്കുന്നു, നല്ല മനോഹരമായിട്ടുള്ള കച്ചേരി. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ എല്ലാവരും കൈയടിച്ച് വളരെയധികം അഭിനന്ദിച്ചു. ശരി. അത് കഴിഞ്ഞ് മറ്റൊരു സ്ഥലത്ത് അദ്ദേഹം മറ്റൊരു ഓഡിയൻസിന്റെ മുമ്പിൽ ഇതേ സംഗീത കച്ചേരി അവതരിപ്പിക്കണമെന്ന് വിചാരിക്കുക. അപ്പോൾ അതേ രീതിയിൽ തന്നെ അവിടെ അവതരിപ്പിക്കും. അപ്പോൾ ഓഡിയൻസ് വ്യത്യസ്തമായതുകൊണ്ട് എല്ലാവരും അഭിനന്ദിക്കും. പക്ഷേ ഈ പാട്ടുകാരനെ സംബന്ധിച്ചിടത്തോളം എന്തായാലും ഫീലിംഗ് അദ്ദേഹത്തിന് തൃപ്തിയാവില്ല. ഒരേ സാധനം തന്നെ ആവർത്തിക്കും. ഇപ്പോൾ പാട്ടുകാരനെ സംബന്ധിച്ചിടത്തോളം മുമ്പ് ഉണ്ടായിരുന്ന പ്രകടനത്തെക്കാൾ അല്പം മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കുമ്പോഴാണ് അദ്ദേഹത്തിന് തൃപ്തി കിട്ടുന്നത്. അത് അഹം എന്നുള്ള ബോധം കൊണ്ടാണ്. അപ്പോൾ നമ്മുടെ കാര്യക്ഷമത അല്ലെങ്കിൽ നമ്മുടെ പ്രകടനം ജീവിതത്തിൽ കർമ്മമേഖല അത് മെച്ചപ്പെടുത്താനായിട്ട് നമ്മൾ ഈ അഹം എന്നുള്ള ബോധം ഉപയോഗിക്കാം. അങ്ങനെയാകുമ്പോൾ അത് വളരെ പോസിറ്റീവാണ്, നമുക്ക് ഗുണകരമാണ്. അപ്പോൾ അവിടെ നമ്മുടെ കാര്യക്ഷമത അല്ലെങ്കിൽ എഫിഷ്യൻസിയാണ് കൂടുന്നത് അഹം എന്നുള്ള ബോധം കൊണ്ട്. ഇനി ഈ പാട്ടുകാരൻ വിചാരിക്കുക, ഞാനാണ് ലോകത്തിലെ ഏറ്റവും മികച്ച പാട്ടുകാരൻ, എന്നേക്കാൾ മികച്ച ഒരു പാട്ടുകാരൻ ഈ ലോകത്തിൽ ഇല്ല എന്ന് വിചാരിച്ചാലോ? അത് അഹങ്കാരമാണ്. അത് അധപ്പതനത്തിലേക്ക് പോവുക. അപ്പോ അഹം എന്നുള്ള ഭാവത്തിന്റെ വികാസം എന്താണ്, അല്ലെങ്കിൽ പരിണാമം എന്തായിരിക്കണം? അത് വിനയവും സ്നേഹവുമായിട്ട് പരിവർത്തനപ്പെടണം, അല്ലേ? കാരണം സ്നേഹം എന്ന് പറയുന്ന ഈ പ്രപഞ്ചത്തെ മുഴുവൻ പിടിച്ചു നിർത്തുന്ന ശക്തിവിശേഷം. അപ്പോൾ അഹം എന്നുള്ള ഭാവത്തിന്റെ പരിവർത്തനം എന്ന് പറയുന്നത് വിനയവും സ്നേഹവുമാണ്. ഇനി നമ്മൾ ആലോചിക്കേണ്ടത് എങ്ങനെയാണ് അത് ചെയ്യുക? എന്താണ് അതിന് പരിശീലനം? അതിന് പ്രപഞ്ചനാഥനായിട്ടുള്ള ഗുരുവിൻ്റെ മുന്നിൽ, ബോധം പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഗുരുവിൻ്റെ മുന്നിൽ ഞാൻ എത്ര നിസ്സാരൻ എന്നുള്ള ഭാവം, അതാണ് അതിന് പരിഹാരം. അതാണ് ഹാർട്ട്ഫുൾനെസ് പ്രാർത്ഥന. ഓ മാസ്റ്റർ, അങ്ങാണ് മാനവ ജീവിതത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യം. ഈ പ്രാർത്ഥന നമ്മൾ രാവിലെ ധ്യാനത്തിന് മുമ്പ് ചെയ്യുന്നു, വൈകുന്നേരം ഉറങ്ങുന്നതിൻ്റെ മുമ്പും ചെയ്യുന്നു. അതായത് നമ്മൾ സുഷുപ്തിയിൽ നിന്ന് ജാഗ്രതയിലേക്ക് വരുമ്പോഴും
വീണ്ടും ജാഗ്രതയിൽ നിന്ന് സുഷുപ്തിയിലേക്ക് വരുമ്പോഴാണ് നമ്മൾ ഈ പ്രാർത്ഥന പ്രയോഗിക്കുന്നത്. അതായത് 24 മണിക്കൂറും നമ്മളിൽ ഈ വിനയവും സ്നേഹവും നിലനിർത്താൻ വേണ്ടിയിട്ടാണ് പ്രാക്ടീസ്. അതോടൊപ്പം സംപ്രേഷണത്തിൻ്റെ സ്വിച്ചായിട്ട് ഇത് പ്രവർത്തിക്കും. പ്രാർത്ഥന ചെയ്യുന്നതോടുകൂടി സംപ്രേഷണം നമ്മളിലേക്ക് ഒഴുകാൻ തുടങ്ങും. അതായത് ഉന്നതമായ ഒരു അവസ്ഥയിൽ നിന്ന് താഴ്ന്ന അവസ്ഥയിലേക്കാണ് അത് ഒഴുകുന്നതെന്ന് അർത്ഥം. അത് ഈ ഭാവത്തിലാണ്. എന്താണ് ഭാവം? പ്രപഞ്ചനാഥൻ അല്ലെങ്കിൽ പ്രപഞ്ചം മുഴുവൻ ബോധം നിറഞ്ഞു നിൽക്കുന്ന ഗുരുവിൻ്റെ മുന്നിൽ ഞാൻ എത്ര നിസ്സാരം. അപ്പോൾ അഹം എന്നുള്ള ഭാവത്തിൻ്റെ പരിണാമം അല്ലെങ്കിൽ വികാസം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്നേഹവും വിനയവുമാണ്. അതിനുള്ള പരിശീലന പദ്ധതി പ്രാർത്ഥനയാണ്, ഹാർട്ട്ഫുൾനെസ്സിൽ. അപ്പോൾ മനസ്സിനെ അല്ലെങ്കിൽ ചിന്തകളെ അനുഭൂതിയാക്കാൻ ധ്യാനം, ബുദ്ധിയെ വിവേകമാക്കാൻ ശുദ്ധീകരണം, അഹം എന്നുള്ള ഭാവത്തിനെ വിനയവും സ്നേഹവുമാക്കാൻ പ്രാർത്ഥന. ഇതല്ലേ 3 പരിശീലനങ്ങൾ നമ്മൾ ഹാർട്ട്ഫുൾനെസ്സിലുള്ളത്. ഈ പരിശീലനങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ ഈ 3 സൂക്ഷ്മ ശരീരങ്ങളും വികസിക്കുന്നു. ഈ 3 സൂക്ഷ്മ ശരീരങ്ങളും വികസിക്കുമ്പോൾ നമ്മുടെ ബോധം വികസിക്കുന്നു, പ്രപഞ്ചബോധവുമായിട്ട് താതാത്മ്യം പ്രാപിക്കും. അപ്പോൾ എന്ത് സംഭവിക്കും? അപ്പോൾ നമ്മുടെ ആത്മാവിൻ്റെ പ്രകാശം സൂക്ഷ്മ ശരീരത്തിലും സ്ഥൂല ശരീരത്തിലും വ്യാപിക്കുന്നു. അപ്പോൾ ആ അർത്ഥത്തിൽ ആത്മാവിൻ്റെ വീര്യവും പരിശുദ്ധിയും വർദ്ധിക്കുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നു, പ്രകടമാവുന്നു. ആത്മാവിൻ്റെ പൊട്ടൻസിയും പ്യൂരിറ്റി, വീര്യവും പരിശുദ്ധിയും പരോക്ഷമായിട്ട് വർദ്ധിക്കുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നു. എങ്ങനെ? സൂക്ഷ്മ ശരീരങ്ങളുടെ വികാസത്തിലൂടെ, അല്ലെങ്കിൽ സൂക്ഷ്മ ശരീരങ്ങളുടെ പരിശുദ്ധിയിലും അതുപോലെ ലാളിത്യത്തിലുമാണ് ആത്മാവിൻ്റെ വീര്യവും പരിശുദ്ധിയും. അതുകൊണ്ട് ദാജി പറയും, നമ്മൾ ഒരു എക്സ് വീര്യത്തോടു കൂടി ആത്മാവ് നമ്മുടെ ശരീരത്തിൽ പ്രവേശിച്ചു നോക്കി, എക്സ് പൊട്ടൻസി. അതേ എക്സ് പൊട്ടൻസി അല്ലെങ്കിൽ വീര്യത്തോടു കൂടി തിരിച്ചു ഉറവിടത്തിൽ പ്രവേശിക്കാൻ സാധ്യമല്ല. ചുരുങ്ങിയത് 100 മടങ്ങോ 1000 മടങ്ങോ വീര്യം കൂട്ടേണ്ടതുണ്ട്. അത് മനസ്സിലാക്കാൻ ഒരു ചെറിയ ഉദാഹരണം പറയാം. ഒരു അച്ഛൻ പ്രായപൂർത്തിയായ 2 മക്കളുണ്ട്, ആൺമക്കളുണ്ടെന്ന് വിചാരിക്കുക. അപ്പം അച്ഛൻ 2 പേരും വിളിച്ചിട്ട് പറഞ്ഞു, 10 ലക്ഷം രൂപ ഇത് 2 പേർക്കും കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇത് സൂക്ഷിച്ച് ഉപയോഗിച്ച് നിങ്ങളതിനെ കൂടുതൽ വിപുലമാക്കുക, കൂടുതൽ 10 മടങ്ങായി വർദ്ധിപ്പിക്കും എന്ന് പറഞ്ഞ് 2 പേർക്കും കൊടുത്തു. ഒരു 20 വർഷം കഴിഞ്ഞ് ആദ്യത്തെ ആൾ മടങ്ങി വന്നു. അച്ഛനോട് പറഞ്ഞു, അച്ഛാ ഇതാ അച്ഛൻ തന്ന 10 ലക്ഷം രൂപ എന്ന് പറഞ്ഞു നോക്കിയ. അച്ഛൻ ചോദിക്കും, നീ എന്ത് ചെയ്തു? അതുകൊണ്ട് ഞാൻ അച്ഛൻ എപ്പോൾ ചോദിക്കുമ്പോഴും തിരിച്ചു തരാൻ വേണ്ടി ഒരു പെട്ടിയിൽ ഭദ്രമായിട്ട് വെച്ചിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ ഫീലിംഗ് എന്തായിരിക്കും? ഈ മകനെ കുറിച്ച് സഹതാപം തോന്നില്ലേ? ഇനി രണ്ടാമത്തെ സിറ്റുവേഷൻ എടുക്കാം. രണ്ടാമത്തെ മകൻ ഈ 10 ലക്ഷം രൂപ ബിസിനസ്സൊക്കെ ചെയ്ത് കോടിക്കണക്കിനായിട്ട് വർദ്ധിപ്പിച്ചു. അത് കഴിഞ്ഞ് വീണ്ടും അത് 20 കൊല്ലം കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് അച്ഛനോട് പറയാം, അച്ഛൻ തന്ന ഈ 20 ലക്ഷം രൂപ 10 ലക്ഷം രൂപ ഞാൻ ബിസിനസ് ചെയ്ത് കോടികളാക്കി വർദ്ധിപ്പിച്ചു. ഇത് മുഴുവൻ അച്ഛന് അവകാശപ്പെട്ടാണ്, ഞാനത് അങ്ങയുടെ കാൽക്കൽ വയ്ക്കണമെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അച്ഛൻ്റെ ഫീലിംഗ്? ആ മകനെക്കുറിച്ച് അഭിമാനം തോന്നില്ലേ? നമ്മുടെ സാധാരണ ജീവിതത്തിൽ, ഭൗതിക ജീവിതത്തിൽ നമ്മുടെ പിതാവിൻ്റെ അവസ്ഥ ഇതാണെങ്കിൽ നമ്മുടെ പരംപിതാവായ ഈശ്വരൻ ഇതിൽ നിന്ന് വ്യത്യസ്തനല്ല. അതുകൊണ്ടാണ് രാജി പറയുന്നത്, നമ്മളൊരു എക്സ് വീര്യത്തോടു കൂടിയാണ് നമ്മുടെ ആത്മാവ് ശരീരത്തിൽ പ്രവേശിക്കണമെങ്കിൽ അതിനെ 100 എക്സോ അല്ലെങ്കിൽ 1000 എക്സോ ആയിട്ട് വീര്യം കൂട്ടിയാൽ മാത്രമേ നമുക്ക് ഉറവിടത്തിൽ തിരിച്ചു പ്രവേശിക്കാൻ സാധിക്കൂ. അതായത് നമ്മുടെ ബോധത്തിൻ്റെ വികാസം അല്ലെങ്കിൽ സൂക്ഷ്മ ശരീരങ്ങളുടെ
പരിശുദ്ധിയിലും ലാളിത്യത്തിലുമാണ് പരോക്ഷമായിട്ട് നമ്മുടെ ആത്മാവിൻ്റെ വീര്യവും പരിശുദ്ധിയും വർദ്ധിക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ ജീവിത ലക്ഷ്യം നേടുന്നത്. എന്താ കാരണം? ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത് ബോധത്തിൻ്റെ വികാസമാണ്. അതിനുള്ള പ്രയോഗശാസ്ത്രമാണ് ഹാർട്ട്ഫുൾനെസ്. അത് സംപ്രേഷണത്തിൻ്റെ സഹായത്തോടു കൂടിയുള്ള ലളിതമായ ഈ സാധനാ പദ്ധതിയിലൂടെ സാധ്യമാക്കും. താങ്ക് യു. നമസ്കാരം. വളരെയധികം നന്ദി മോനിട്ട. എനിക്ക് തോന്നി നമ്മുടെ സാധനയുടെ വളരെ സൂക്ഷ്മ വശങ്ങൾ മോനിൽ നിന്ന് വളരെ ലളിതമായി പറഞ്ഞു, ശരിക്കും ഹൃദയത്തിൽ തട്ടുന്ന രീതിയിൽ. കാരണം രാവിലത്തെ ധ്യാനം, ക്ലീനിങ്ങിന്റെ ഇമ്പോർട്ടൻസ്, പ്രാർത്ഥനയുടെ ഇമ്പോർട്ടൻസ്, അതിങ്ങനെ നമ്മുടെ ബോധത്തിന്റെ 3 ഘടകങ്ങളെ ബന്ധപ്പെടുത്തി പറഞ്ഞത് വളരെ ഭംഗിയായി തോന്നി. വളരെ ഹൃദയം തട്ടുന്നതായിരുന്നു ശരിക്കും പറഞ്ഞാൽ. എല്ലാവർക്കും അങ്ങനെ അനുഭവപ്പെട്ടു എന്ന് കരുതുന്നു. അതോടൊപ്പം തന്നെ എനിക്ക് തോന്നി ഹാർട്ട്ഫുൾനെസ് പരിശീലനം ഒരു പ്രാക്ടിക്കൽ അപ്രോച്ചാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഹാർട്ട്ഫുൾനെസ് പരിശീലിക്കുന്ന ഒരാൾക്ക് അങ്ങ് പറഞ്ഞ ഈ പൗരാണിക യോഗശാസ്ത്രങ്ങളിലെയും വേദങ്ങളിലെയും ഉപനിഷത്തുകളിലെയും പ്രതിപാദിക്കുന്ന സംഗതികൾ വായിക്കുമ്പോൾ പെട്ടെന്ന് ഒരു വിഷയം നന്നായി മനസ്സിലാവുണ്ടാവും. കാരണം നമ്മൾ പ്രാക്ടിക്കലി എക്സ്പീരിയൻസ് ചെയ്യുന്നത് തന്നെ. എന്തായാലും വളരെയധികം നന്ദി. വളരെ ഭംഗിയുള്ള, വളരെ എന്താണ് പറയാ, ഹൃദയം നിറഞ്ഞൊരു എപ്പിസോഡായിരുന്നു ഇത് ശരിക്കും പറഞ്ഞാൽ. എന്നെ സംബന്ധിച്ച് വളരെയധികം നന്ദി. ഇനി നമുക്ക് സത്സംഗത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ധ്യാനിക്കാൻ പുതുതായി ആരെങ്കിലും ധ്യാനിക്കുന്നുണ്ടെങ്കിൽ അവർക്കായിട്ട് ധ്യാനിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഒരിക്കൽ കൂടി പറയാം. മൃദുവായി കണ്ണുമടച്ച് എൻ്റെ ഹൃദയത്തിൽ ദിവ്യപ്രകാശത്തിന്റെ ഒരു സ്രോതസ്സുണ്ടെന്നും അത് എൻ്റെ ശ്രദ്ധ ഉള്ളിലേക്ക് ആകർഷിക്കുന്നുവെന്നും സങ്കല്പിച്ചുകൊണ്ട് നമ്മൾ ധ്യാനം ആരംഭിക്കുന്നു. ആ സമയത്ത് മറ്റു ചിന്തകൾ വരികയാണെങ്കിൽ സ്വയം ഓർമ്മിപ്പിക്കുക, ഞാൻ എൻ്റെ ഹൃദയത്തിലെ ദിവ്യപ്രകാശത്തിന്റെ സ്രോതസ്സിൽ ധ്യാനിക്കുകയാണ്. ഉള്ളിൽ സ്നേഹഭാവം, സാക്ഷിഭാവം കാത്തു സൂക്ഷിക്കുക. അതിനുശേഷം 9 മണി മുതൽ 9:15 വരെ സാർവലൗകിക പ്രാർത്ഥന. എല്ലാവരിലും സ്നേഹവും ഭക്തിയും വിശ്വാസവും സാഹോദര്യവും നിറയുന്നു എന്ന് സങ്കല്പിച്ചുകൊണ്ട് നമ്മൾ 15 മിനിറ്റ് ധ്യാനം. അപ്പം നമുക്ക് 9 മണി വരെ ധ്യാനിക്കാം സത്സംഗം. അത് കഴിഞ്ഞ് 9 മുതൽ 9:15 വരെ സാർവലൗകിക പ്രാർത്ഥന. ഈ സമയത്ത് നമ്മൾ യൂട്യൂബ് ഡിസ്കണക്ട് ചെയ്യണം. താങ്ക് യു. നമസ്കാരം.